കെ സുധാകരനെ മാറ്റി പുതിയ KPCC പ്രസിഡന്റ് ഉടൻ പ്രഖ്യാപിച്ചേക്കും. ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകൾ പരിഗണനയിൽ എന്നാണ് സൂചന. കെ സുധാകരൻ വഴങ്ങിയില്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിന് ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കാനും ആലോചനയുണ്ട്. വാർത്തകളിൽ അനിശ്ചിതത്വം തുടരുന്നത് പാർട്ടിയെ ബാധിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. സലിം മാലിക്കാണ് ആ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. സലിം, കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞത് അധ്യക്ഷൻ മാറേണ്ട കാര്യമില്ലെങ്കിലും ഹൈക്കമാൻഡ് പറഞ്ഞാൽ അതാണ് അന്തിമ തീരുമാനം എന്നുള്ളതാണ്. അപ്പോൾ എന്തോ മാറ്റം കെ സുധാകരൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? അടുത്ത പേര് ആരുടേതാണ് ഏറ്റവും സജീവമായി കേൾക്കുന്നത്? സലിം. ഹാഷ്മി, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു പ്രഖ്യാപനം ഉടൻ വരും എന്നുള്ളതിൽ ഇപ്പോൾ ഒരു തർക്കവുമില്ല. പക്ഷേ അത് ആ പ്രഖ്യാപനം എന്താണ് എന്നുള്ളതിലാണ് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. 3 സാധ്യതകളാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത KPCC അധ്യക്ഷനെ മാറ്റി പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയാണ്. നിലവിലെ കെ സുധാകരന്റെ അസുഖവും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ആ മാറ്റം എന്നാണ് അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയൊരു KPCC അധ്യക്ഷൻ ആര് എന്നുള്ള കാര്യത്തിലും കെ സുധാകരന്റെ അഭിപ്രായം നിർണായകമാകും. ആന്റോ ജോസഫിന്റെയും സണ്ണി ജോസഫിന്റെയും പേരാണ് ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരാണ് നിലവിൽ പരിഗണിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ വിമർശനം ഈ 2 പേരുകൾക്കുമെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു സെലിബ്രിറ്റി ഫേസ് അല്ല ഇരുവരും എന്നുള്ളൊരു അഭിപ്രായം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ അടുത്തതാരാവണം എന്നുള്ളതിൽ കെ സുധാകരന്റെ അഭിപ്രായം തേടാനുള്ള ഒരു ആലോചനയുണ്ട്. അത് ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗമായാണ്. കെ സുധാകരൻ പറയുന്നയാളെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കുന്നു എന്നൊരു തോന്നൽ കെ സുധാകരന് തന്നെ നൽകുക എന്നുള്ളതാണ് അനുനയ നീക്കത്തിന്റെ ഭാഗമായി കരുതുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ കെ സുധാകരൻ ഒരു കാരണവശാലും വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ കെ സുധാകരൻ തന്നെ KPCC അധ്യക്ഷനായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നയിക്കും എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകും. എന്തായാലും ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അതുമല്ലെങ്കിൽ നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഔദ്യോഗികമായ ഒരു ഹൈപ്പവർ കമ്മിറ്റിയെ കൊണ്ടുവരാനുള്ള ആലോചനയുമുണ്ട്. ഒരു പ്രധാനപ്പെട്ട 3 നേതാക്കളെ KPCCയുടെ ചുമതലയിലേക്ക് കൊണ്ടുവന്ന് KPCC അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരനെ തന്നെ നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നേരിടാനുള്ള ഒരു ആലോചന കൂടിയുണ്ട്. അങ്ങനെ ഈ 3 ആലോചനകളാണ് നിലവിൽ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത്. എന്തായാലും ഈ ചർച്ചകൾ അനന്തമായി നീണ്ടുപോവുകയും വാർത്തകൾ വരികയും ചെയ്യുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനുള്ളിലെ വിലയിരുത്തൽ. അതുകൊണ്ട് കേരളത്തിലെ തന്നെ നേതാക്കൾ ഒറ്റക്കെട്ടായി ഒരു തീരുമാനം, ഒരു പ്രഖ്യാപനം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് KPCC അധ്യക്ഷനെ മാറ്റണമെന്ന നിർബന്ധപൂർവ്വമുള്ളൊരു ആവശ്യമല്ല. അതിനപ്പുറത്തേക്ക് KPCC അധ്യക്ഷൻ മാറുമെങ്കിൽ മാറുമെന്ന് പറയണം, മാറില്ലെങ്കിൽ സുധാകരൻ തന്നെ നയിക്കുമെന്ന് പറയണം, അതല്ലെങ്കിൽ ഒരു ഹൈപ്പവർ കമ്മിറ്റിയെ നൽകണം. അങ്ങനെ 3 ആലോചനകളാണ് ഹൈക്കമാൻഡിന് മുന്നിൽ ഇപ്പോഴുള്ളത്. അതൊട്ടും വൈകാതെ തന്നെ ആ പ്രഖ്യാപനമായി തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാഷ്മി. സലിം മാലിക് വാർത്തയുടെ നൽകുകയായിരുന്നു. മിക്കവാറും 9-ാം തീയതിക്ക് മുമ്പ് നിലമ്പൂർ ബൈ ഇലക്ഷൻ ഒക്കെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും കാണുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഒരു തീരുമാനമൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. പക്ഷേ കെ സുധാകരന് പകരം ആര് എന്ന ചോദ്യം ഇപ്പോഴും കോൺഗ്രസിൽ സജീവമായി നിൽക്കുകയാണ്.